അപ്പോൾ കടികളെ, അപ്പോൾ നമ്മളിനി ഗോവയ്ക്ക് ഏകദേശം ഒരു 160ഓളം കിലോമീറ്റർ ഉള്ളൂ. കുറേ ചവിട്ടി പോകുന്നു. അപ്പോൾ സമയം ഏകദേശം 2 മണിക്കായി. അപ്പോൾ ഫുഡൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ ദൂരം വന്ന് ഞാൻ വെച്ച് ഉണ്ടാക്കാൻ വരുന്നു വിചാരിച്ചു. പക്ഷേ കുറേ ദൂരം വന്നപ്പോൾ ഒരു ഹോട്ടൽ കിട്ടി. അവിടെ കയറി ഹൈവേയിൽ എല്ലാ ഹോട്ടലിലും നല്ല വില കേട്ടോ ചോറിനൊക്കെയും. അപ്പോൾ ഒരു ചോറും മീൻ വറുത്തേശം 250 രൂപയായി. അവസാനം അവിടെ അതിൻ്റെ സൈക്കിളും ബെല്ലനും കണ്ടപ്പോൾ 100 രൂപ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കാലത്തെ കാര്യം ഫുഡൊക്കെ അടിപൊളിയായി. കഴിക്കാൻ പോകണം. എന്തൊക്കെയുള്ളത് നോക്കട്ടെ, തുറന്ന് നോക്കട്ടെ കേട്ടോ. നല്ല ചൂടാണ്. അയ്യോ ഗൈസ്, ഞാൻ പറഞ്ഞത് 250 250 അല്ല 150 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. മീൻ വറുത്തത്, മീൻ ചാറ്, പിന്നെ ചെമ്മീൻ്റെ തോരൻ, സവാള, സലാഡ്, പിന്നെ എന്നിട്ടാ ചെമ്മീൻ ഇങ്ങനെ ഇത് പൊട്ടിച്ചിട്ടില്ല, എന്തൊരു വെള്ളം പോലെ സാധനമാണ്. അതടക്കാണ് ഇത്രയും പൈസ ആയ. പക്ഷേ കുറച്ച് മേടിച്ചുള്ളവർ നല്ല മനുഷ്യന്മാരായിരുന്നു കേട്ടോ. ബല്ലേ, എനിക്ക് തരാട്ടോ, ചോറ് തരാട്ടോ. ഞാൻ തുടങ്ങട്ടെ ഒന്ന്. ഇവിടെ ഈ പോണ വഴിക്ക് ആകെ ഇത്തിരി വെയിൽ കുറഞ്ഞൊരു സ്ഥലം കിട്ടിയത്. ഈ എൻ്റെ ബാക്കിൽ ഈ പന കണ്ടോ, അതിൻ്റെ തണൽ ഇത്തിരി കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി യാത്ര തുടങ്ങാം വൈകുന്നേരം. ഓക്കെ. അപ്പോൾ കടികളെ, അപ്പോൾ ഞാൻ നിൽക്കുന്നത് കർണാടകയിലെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒരു പാലമായ ശരാവതി പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഏകദേശം 2.6 കിലോമീറ്റർ ദൂരം വരുന്നൊരു പാലാണ്. അതിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത് കേട്ടോ. ബാക്കിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നോക്കി കാണല്ലോ, കുറച്ചകത്ത് കണ്ടല്ലോ. എവിടെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പെട്ടെന്ന്. അപ്പോൾ ഈ പഴയ പാലത്തിലാണ് നിൽക്കണേ. അപ്പുറത്ത് പുതിയ പാലമുണ്ട്. അപ്പോൾ ശരാവതി പാലത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണണേ. ഇത് കാണാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് കാണണ്ടാവും കേട്ടോ. നോക്കാം നമുക്കൊന്ന്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ വരുന്നു. ആ ഭാഗത്ത് കടലാണ് കേട്ടോ. ഇതാണ് ശരാവതി പുഴ പാലം, ശരാവതി പാലം. ഇത് പഴയ പാലമാണ് കേട്ടോ. 2 കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ പാലത്തിന്. അപ്പുറത്ത് പോയോണ്ടിരിക്കുന്നത് പുതിയ പാലമാണ് കേട്ടോ. ഇത് പഴയ പാലമായതുകൊണ്ട് ആളുകളൊന്നും നടത്താൻ മാത്രമേ ഉള്ളൂ, ബൈക്കൊക്കെ പോകുന്നുള്ളൂ. വലിയ പണികളൊക്കെ അപ്പുറത്തോടെ പോകണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഏകദേശം ഗോവയ്ക്ക് ഒരു 150-160 കിലോമീറ്റർ ദൂരം ഉണ്ട്. വേണ്ടാ 500 റുപ്പീസ്. ഇതെനിക്ക് ആ ബാക്കിൽ പോകണ അങ്കിള് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നതാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ, യാത്ര ഒരിക്കലും മുടക്കരുത്. അങ്ങനെ കുറേ അങ്ങോട്ട് സംസാരിച്ചിട്ട് 500 കയ്യിൽ വെച്ച് വന്ന് ബെല്ലയ്ക്കും എനിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്ന പൈസ കേട്ടോ. അപ്പോൾ 2 ദിവസം എങ്ങനെയായാലും നല്ല രീതിയിൽ ഭക്ഷണം, 2 ഒരു 5 നേരം ഭക്ഷണം കഴിക്കാനുള്ള പൈസ ആയിട്ടുണ്ട് ഏകദേശം. ചിലപ്പോൾ 4 നേരം കൊണ്ടൊക്കെ ചിലപ്പോൾ തീരും. എങ്കിലും അങ്കിൾ സന്തോഷത്തോടെ തന്നാണ്, ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങട്ടെ. മിനിക്കിട്ട് അങ്ങോട്ട് പൊളിക്കണ്ടേ.